ഇസ്ലാം മത പണ്ഡിതനെ കാണാനില്ല എന്ന് ഭാര്യമാരുടെ പരാതി. പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ കണ്ടത് മൂന്നാം ഭാര്യയുടെ കൂടെ കഴിയുന്ന ഭർത്താവിനെ. യുപിയുടെ തലസ്ഥാനമായ ലക്നൌവിലാണ് സിനിമാ കഥയെ വെല്ലുന്ന ഈ ട്വിസ്റ്റ് നടന്നത്. ഫെബ്രുവരി 19 മുതൽ ഭർത്താവായ മൗലാന മൻസാർ അലിയെ കാണാനില്ല എന്ന് കാണിച്ച് ലക്നൌ സദ്ഗഞ്ചിൽ നിന്നുള്ള ഒരു സ്ത്രീ പോലീസിൽ പരാതി നൽകി. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഭർത്താവിനെ കാണാനില്ല എന്ന മറ്റൊരു സ്ത്രീയുടെ പരാതി കൂടി പോലീസിന് ലഭിക്കുന്നു. രണ്ട് പരാതിയിലെയും വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ട് സ്ത്രീകളുടെയും ഭർത്താവ് ഒരാളാണ് എന്ന് പോലീസിന് വ്യക്തമാകുന്നു. രണ്ട് സ്ത്രീകളെയും മൗലാന നിക്കാഹ് കഴിച്ചിരുന്നെങ്കിലും ഇരുവരും ഇക്കാര്യം പരസ്പരം അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇയാളുടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. അന്വേഷണത്തിൽ ഗോണ്ടയിലെ ഒരു ഗ്രാമത്തിൽ ഇയാൾ ഉണ്ട് എന്ന് സൂചന ലഭിച്ചു പോലീസിന്. ഇയാളെ പിടികൂടാൻ ഗ്രാമത്തിലെത്തിയ പോലീസ് കണ്ടത് മൂന്നാമത്തെ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്ന മൗലാനയെയാണ്. താൻ 3 നിക്കാഹ് കഴിച്ചിട്ടുണ്ട് എന്നും ആദ്യ 2 ഭാര്യമാരുമായി പ്രശ്നമുണ്ടായതുകൊണ്ടാണ് മൂന്നാമത്തെ ഭാര്യയുടെ അടുത്തേക്ക് പോയതെന്നും മൗലാന പോലീസിന് മൊഴി നൽകി. മൻസാർ അലിയെ പോലീസ് ഭാര്യമാർക്ക് വിട്ടു നൽകി. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിം പുരുഷന് 4 വരെ കെട്ടാമല്ലോ. അതേപോലെ ഒരു ഹിന്ദു പുരുഷനോ ഒരു ക്രിസ്ത്യൻ പുരുഷനോ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഉറപ്പായിട്ടും അഴി എണ്ണിയേനെ, പിഴയും വേറെ ഒടുക്കേണ്ടി വന്നേനെ. എന്താല്ലേ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏക സിവിൽ കോഡിനെ നഖശിഖാന്തം എതിർക്കുന്നത്. യഥേഷ്ടം കെട്ടാനും കഴിയണം, എപ്പോൾ വേണ്ട എന്ന് തോന്നിയാലും അപ്പോൾ പ്രോഡക്റ്റുകളുമൊത്ത് വലിച്ചെറിയാനും കഴിയണം. അനന്തരാവകാശം പെണ്ണിനേക്കാൾ ഇരട്ടി ആണിന് ലഭിക്കണം. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പൊതു സിവിൽ കോഡ് വഴി. ഈ പൊതു സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ യഥേഷ്ടം കെട്ടും വാഴിക്കലും അതുപോലെ ഇങ്ങനെ പിണങ്ങി മിണ്ടാതെ പോയി അടുത്തൊന്ന് കെട്ടുക, ഇതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏക സിവിൽ കോഡൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ കെട്ടിയൊന്ന് നടന്നോട്ടെ എന്ന്. നന്ദി.